അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോൾ, നീ എഴുതുമ്പോൾ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ച് തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി
ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് നിനക്ക് നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ ആരോഗ്യത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നുവോ, എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ടായി. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അപ്പം അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്തിരിങ്ങനെ കിട്ടിയ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായ സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും. പറഞ്ഞ്, നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലവണ്ണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം. ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിന്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം ആദ്യം ഉണ്ടാക്കണം. ഹല്ലേലൂയ. സന്തോഷത്തിലിരിക്കുക. സന്തോഷം വിട്ടുകളയരുത്, പ്രത്യാശ വിട്ടുകളയരുത്. പേടി വന്നു കഴിഞ്ഞാൽ വിശ്വാസം കുറഞ്ഞെന്നാണ് അർത്ഥം. വിശ്വാസം കുറയുമ്പോഴാണ് മനസ്സിൽ പേടി വരുന്നത്. അപ്പം തന്നെ കണ്ണും പൂട്ടി ഈശോയുടെ വാഗ്ദാനത്തെ ഓർക്കണം. ഞാൻ നിന്നെ വിട്ടു പോകില്ല, നിൻ്റെ കൂടെ ഉണ്ട്. അത് വിശ്വസിക്കണം അങ്ങോട്ട്. പിന്നെ പിശാച് നമ്മളെ മനസ്സിൽ കൊടുക്കുന്നത്, ഞാൻ പാപിയാണ്, എൻ്റെ അടുത്ത് ദൈവം വരില്ല, ഞാൻ അകന്നിരിക്കുകയാണ്, എൻ്റെ പ്രാർത്ഥന ഒന്നും പോരാ. അപ്പം അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, എന്നോട് കരുണയായിരിക്കണേ. കരുണയുടെ യോഗ്യത എന്താണെന്നാൽ, നമുക്ക് യോഗ്യത ഇല്ലായ്മയാണ് കരുണ ലഭിക്കാനുള്ള യോഗ്യത. ഞാൻ പാപിയാണ്, നിൻ്റെ മുമ്പിലിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ കരുണ മാത്രമേ എനിക്ക് ലഭിക്കാനുള്ള യോഗ്യത. ദൈവമേ, എന്നോട് കരുണയായിരിക്കണേ. ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് ചോദിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ചോദിക്കണം. നമുക്ക് പറ്റുന്ന തെറ്റ് ദൈവം ആഗ്രഹിക്കാത്തത് ചോദിക്കും. ദൈവത്തിൻ്റെ കയ്യിൽ ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താ തരാൻ ആഗ്രഹിക്കുന്നു അത് ചോദിക്കണം. ശിഷ്യന്മാർ ദൈവത്തോട് ചോദിച്ചത് വേറൊന്നും ചോദിച്ചില്ല, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പിന്നെ ചോദിച്ചത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണതയിൽ ജീവിക്കാം. ഒന്ന്, വചനം നമ്മളെ ഹൃദയത്തിലുണ്ടാകണം. രണ്ടാമത്, പ്രാർത്ഥിക്കാൻ അറിഞ്ഞിരുന്നാൽ മതി. അത് ആത്മാവിലാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളെല്ലാം വാഗുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, മനസ്സുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് മനസ്സും ശരീരം നാവിലിരുന്ന് അത് ആത്മാവിലേക്ക് മാറണം. ദൈവം ആത്മാവാണ്. അപ്പം ആത്മാവിലാണ് ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ഇതിൽ ആദ്യം മത്തായി 5:8 നമുക്ക് ധ്യാനിക്കാം. ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണും. ഉടമ്പടി ദൈവത്തെ കാണുമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കും. ഉടമ്പടി ജീവിതം നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അതൊരു കുടുംബ ബന്ധമാണ്. നമ്മളൊരു കുടുംബത്തിൻ്റെ ഒരു അംഗമായിട്ട് ദൈവം നമ്മളെ കൂടെ ജീവിക്കും, കുടുംബനാഥനായിട്ട് ജീവിക്കും. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ ദൈവ സാന്നിധ്യം, അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നത്, ദൈവ സാന്നിധ്യം നമുക്കൊരു വാഗ്ദാനമാണ്.
അപ്പോൾ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ എന്താ ഗുണം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ അറിയാം? ഇപ്പോൾ ഞാൻ ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നത്, എന്തിനാണ് ഞാൻ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്? സങ്കീർത്തനം 16:11 പറയുന്നത്, നിൻ്റെ സാന്നിധ്യത്തിൽ പൂർണ്ണതയിലുള്ള ആനന്ദമുണ്ട്, നിൻ്റെ വലത് കരത്തിൽ നിത്യമായ സന്തോഷമുണ്ട്. ഈസ് ദി ലോർഡ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മൾ എപ്പോഴും നിത്യമായി സന്തോഷത്തിൽ ജീവിക്കാനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. 1 തെസ്സലോനിയ 5:16 പറയുന്നതും എപ്പോഴും സന്തോഷമായിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക. എപ്പോഴും സന്തോഷമായിരിക്കുക എന്ന് വെച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക. സങ്കീർത്തനം 16:11 അതാ പറയണത്, നിൻ്റെ സാന്നിധ്യത്തിൽ നിത്യ ആനന്ദമുണ്ട്, പൂർണ്ണതയിലുള്ള ആനന്ദമുണ്ട്. അതായിരിക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല. ഏത് സാഹചര്യത്തിലും എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഉണ്ടെങ്കിൽ എനിക്ക് ആനന്ദമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള, എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ. അമ്മയുടെ മരണം ഞാൻ വിചാരിച്ചിരുന്ന അമ്മ മരിക്കുമ്പോൾ ഞാനും മരിക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന. അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. പക്ഷേ അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നമ്മളുടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി നീ പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഹബക്കുക്ക് 1:5 പറയുന്നത്, എൻ്റെ അമ്മയുടെ മരണം ദൈവം അമ്മ മരിച്ചു കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അത് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമായിട്ട് മാറ്റി. ഹൃദയത്തിൽ കരയാൻ സാധിച്ചില്ല, മരിച്ചു കിടക്കണ അമ്മയെക്കുറിച്ച് ഓർക്കാൻ പോലും സാധിച്ചില്ല. ഇങ്ങനെ ആഹ്ലാദമാണ്. ഇതൊക്കെ അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. പലവർക്കും അനുഭവം ഉണ്ടാകാം. പല സമയത്തും ഒരു കാരണമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആഹ്ലാദം വരും. അത് ദൈവ സാന്നിധ്യമാണ്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഇതാണ്, നിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. അപ്പം അതിന് മത്തായി 5:8 ഉടമ്പടിയിൽ ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൃദയ ശുദ്ധിയായിരിക്കണം. അവർ ദൈവത്തെ കാണും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാം. നമുക്ക് ഈശോനെ കാണാൻ ആഗ്രഹമുള്ളവർ എത്ര പേർ? അത് ബോധ്യമില്ലായ്മയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കൈപൊക്കാവോ? പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഈശോനെ കാണാത്തവരൊന്ന് കൈപൊക്കാവും. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ല. വേറെ കണ്ടിട്ടുണ്ടോ? എവിടെ? വിശുദ്ധ കുർബാന. ഞാൻ ഇന്നലെ ഈ ഞായറാഴ്ച എൻ്റെ ധ്യാനത്തിന് കോയമ്പത്തൂർ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഞാൻ ചോദിച്ച്, ആർക്കൊക്കെ ഈശോനെ കാണാൻ ആഗ്രഹമുണ്ട്? ഈശോനെ ഇതുവരെ കാണാത്തവരാരാണെന്ന് പറഞ്ഞാൽ എല്ലാം കൈപൊക്കി. കുറേ പേര് കൈപൊക്കി. ബോധ്യമാണ്. പിന്നെ എന്തിനാ കാണാൻ ആഗ്രഹമുള്ളവർ കൈപൊക്കാന്ന് പറഞ്ഞപ്പോൾ, ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഈശോനെ. ഇതിപ്പോൾ കുറച്ചേറെ മുമ്പേ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മളെ വിശ്വാസം എവിടെയുള്ളത്? മനസ്സിലും ശരീരത്തിലുള്ള ആത്മാവിലില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചത്. നമുക്കെങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യനെ പോലെ ഈശോനെ പടത്തിൽ കണ്ട പോലെ ഈശോ വന്ന് മുമ്പിൽ നിൽക്കണം. ഈശോ നമ്മളകത്ത് കുർബാനയുടെ രൂപത്തിൽ നമ്മളകത്ത്, ഈശോ അതിന് വേണ്ടിയിട്ടല്ലേ കുർബാന ആയത്? ദിവസവും നമ്മളെ കൂടെ ജീവിക്കാൻ, നമ്മൾ ഒപ്പം ജീവിക്കാൻ, നമ്മളകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ആ ബോധ്യമില്ലായ്മയാണ് ദൈവം നമ്മളെ കൂടെ ഉണ്ടായിട്ടും നമുക്ക് മനസ്സിലാകാത്തതാണ്. അപ്പോൾ ഹൃദയശുദ്ധി എങ്ങനെയാണ് ഉണ്ടാകുക? ഹൃദയശുദ്ധി അത് യോഹന്നാൻ 15:3 ഈശോ പറയുക, എൻ്റെ വചനം നിന്നെ ശുദ്ധീകരിക്കും എന്നാണ്. അപ്പോൾ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കണം. അമ്മ മാതാവ് ലൂക്ക 2:52 വചനം എപ്പോഴും നിക്ഷേപിച്ച് വെച്ചു. എപ്പോഴും വചനം ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യം ഇത് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ദിവസം 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണല്ലേ?
നമ്മുടെ ഉടമ്പടിയുടെ നിബന്ധനയിലൊന്നാണ് അരമണിക്കൂർ ബൈബിൾ വായിക്കണം. വായിക്കുമ്പോഴത്തേക്കും ആ വചനം നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങൾ എഴുതി വയ്ക്കണം. എന്നിട്ട് അന്നന്ന് ദിവസം ആരെങ്കിലുമായിട്ട് സംസാരിക്കുമ്പോഴോ ഇടപെടുമ്പോഴും എന്തെങ്കിലും നമ്മൾ അവർക്ക് മറുപടി പറയുമ്പോഴും ഒരു തീരുമാനം എടുക്കുമ്പോഴും അത് നോക്കണം, ഈശോ എന്താ പറഞ്ഞത്, ഈശോ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈശോ ചെയ്യുന്നതാണ് ഈ വചനത്തിലുള്ളത്, ഈശോയുടെ മനോഭാവമാണ് ഈ വചനം. അത് ഓർക്കണം. അത് ഓർക്കുമ്പോൾ ഭയങ്കര രസമായി. ഞാൻ ഒരു ദിവസം അത് അപ്പോൾ അനുഭവം നമുക്ക് കിട്ടും. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഇടവപ്പള്ളിയിലെ ഞാൻ കുർബാനയ്ക്ക് പോകുന്ന, ബാക്കി ദിവസം ഡോൺ ബോസ്കോ പോകും. ഞായറാഴ്ച മാത്രമേ ഇടവപ്പള്ളി പോകും. റിസറക്ഷൻ ചർച്ചാണ്. അവിടെ ഏറ്റവും മുമ്പിലാണ് പോയി ഇരിക്കുന്നത്. നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി ഇരിക്കാൻ നോക്കണം. പ്രൈസ് ദി ലോർഡ്. കുർബാനയ്ക്ക് പോകുമ്പോൾ മുമ്പിൽ പോയി ഇരിക്കണം. അപ്പോൾ ഞാൻ മുമ്പിൽ ചെയറിട്ടിരിക്കുകയല്ലായിരിക്കും, എൻ്റെ ഭാര്യ അടുത്ത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ആഴ്ചയും ഒരു പ്രായമുള്ള മനുഷ്യൻ, ഉടുപ്പൊക്കെ മുഷിഞ്ഞ ഉടുപ്പൊക്കെ ഇട്ട മനുഷ്യൻ, അയാളെന്താ ചെയ്തതെന്ന് വെച്ചാൽ എപ്പോഴും കുർബാന തുടങ്ങി പകുതിയാകുമ്പോഴത്തേക്കാണ് വരുന്നത്. പകുതിയായി വരും. പകുതിക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് സങ്കടമാണ്. ഈശോനെ അപമാനിച്ചല്ലോ, ഇതെന്താ അതുമില്ലാതെ മുഷിഞ്ഞ് ഒന്ന് കുളിക്കുകയും പോലും ഇല്ലാതെയൊക്കെ വരുമെന്ന് ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രണ്ടിൽ വരും. അപ്പോൾ എല്ലാവരും കസേര എടുത്ത് ഇട്ട് കൊടുക്കുക അയാൾക്ക്, ഫ്രണ്ടിൽ പോയിരിക്കാം. പകുതി കഴിഞ്ഞിട്ടാണ് വരുന്നത്. എനിക്കത് സങ്കടവും ദേഷ്യവും വരും. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വന്നപ്പോഴത്തേക്കും കസേര ആരും എടുത്തിടാതെ എൻ്റെ ഭാര്യ എണിച്ച് കസേര എടുത്തിട്ട് കൊടുത്തു. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ എന്തിനാ കസേര ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ, ഈശോനെ അവമാനിച്ചത് കണ്ടില്ല, പകുതിക്ക് വെച്ചല്ലേ കുർബാനയ്ക്ക് വരുന്നത്. അവളൊന്നും മിണ്ടിയില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം, ഇയാളെന്തിനാ ഒന്ന് കുളിച്ചിട്ടൊക്കെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വരണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ച് അയാളെ പോയി കാണാം, എന്താ അയാൾക്ക് എന്തെങ്കിലും ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാനോ എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാണില്ല. കുർബാന കഴിഞ്ഞാൽ കാണില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ പകുതിക്ക് കയറി വന്നിട്ട് എൻ്റെ ഭാര്യ ഇപ്പുറത്തിരിക്കുക, ഇയാൾ എൻ്റെ സൈഡിൽ തന്നെ ഒരു കസേര നീട്ടിയിട്ടിട്ട് ഇവിടെ ഇരുന്നു, ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ആദ്യം സങ്കടവും ദേഷ്യവും വന്നു. ഇയാളെന്താ ഈ സമയത്ത് പിന്നെ, മറ്റുള്ളവരിക്കും വിശ്വാസം കുറഞ്ഞു പോയില്ലേ, പിള്ളേരൊക്കെ നോക്കുമ്പോഴത്തേക്ക് എപ്പോൾ വേണമെങ്കിൽ കുർബാനയ്ക്ക് കയറി വരാം, അതില്ലാതെ മുഷിഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയല്ലേ, പാവപ്പെട്ടവനാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൻ്റെ അകത്ത് ഇതിൽ ഈശോ എന്താ പറയണേ. അപ്പോൾ എനിക്ക് വചനം ഓർമ്മ വന്നത് മത്തായി, പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചു തന്നത് മത്തായി 25:35, ചെറിയവൻ ഒരുവന് നീ ചെയ്യുന്നതെല്ലാം എനിക്ക് തന്നെ ചെയ്തതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് എൻ്റെ മനസ്സ് നമുക്കതാ തോന്നിയത്, ഈശോ എല്ലാം എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അപ്പം കാണിച്ചപ്പോൾ മുട്ടുകുത്തിയിട്ട് ഞാൻ അയാളുടെ പാദത്തിൽ സ്പർശിച്ചു. അയാളുടെ പാദത്തിലേക്ക് അയാളറിയാതെ തൊട്ടിട്ട് ഈശോ എന്ത് സംസാരിക്കണം എന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, ബൈബിളിൽ കൂടി ദൈവം സംസാരിക്കും കേട്ടാ, വിശ്വസിക്കണം. അത് നമുക്ക് അനുകൂലമായിട്ട് വചനം കിട്ടുന്നവരെ മെസ്സേജ് എടുത്താൽ ദൈവം സംസാരിക്കില്ല. ഒരു വചനത്തേക്ക് ഈശോയോട് പറയണം, ഈശോയെ നീ വചനമായിരിക്കുന്നു, നിനക്ക് സംസാരിക്കാൻ ആഗ്രഹമാണ്. നമ്മൾ അങ്ങോട്ട് സംസാരിക്കണേക്കാളും ഈശോയ്ക്ക് ഇങ്ങോട്ട് സംസാരിക്കാനാണ് ആഗ്രഹം കൂടുതൽ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈശോയെ കൊണ്ട് സംസാരിപ്പിക്കില്ല, അങ്ങോട്ട് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു പോരും. കേൾക്കണം. ഞാൻ ഇപ്പോഴും കുർബാനയുടെ സമയത്ത് ഒരു വാക്ക് നീ പറഞ്ഞാൽ മതി, എൻ്റെ ആത്മാവ് രക്ഷപ്പെടുമെന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ തുറന്നിട്ട് അത് ഏത് വാക്കാണെന്ന് ഞാൻ നോക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ ബൈബിൾ തുറന്ന് വിരൽ വയ്ക്കുമ്പോഴത്തേക്കും
ലൂക്ക 8:45 വെച്ചിരിക്കണം. എന്നെ ആരാ തൊട്ടത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ആരാ തൊട്ടതെന്നാണ് ഈശോ പറയണത്. അപ്പോൾ ഇത് വചനം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം നമുക്ക് അനുഭവം തരും. ഞാൻ അവിടെ തൊട്ടപ്പോൾ ഈശോയുടെ വാക്ക് സത്യമാണ്, ചെറിയവൻ ഒരുവനിൽ നീ എന്നെയാ കാണുന്നത്. ഇത് ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം കാറിൽ എനിക്ക് ഈ ഭാഗത്ത് എപ്പോഴും ഒരു സ്കിൻ പ്രോബ്ലമാണ്, അലർജിയാണ്. അത് ഉണങ്ങില്ല, ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നിക്കുക. അപ്പോൾ ഫുൾ ഷർട്ട് ഇങ്ങനെ ഇട്ടേ നിൽക്കുകയുള്ളൂ, അത് പോകില്ല. ഞാൻ കുറേ ഓയിൻമെൻ്റ് ഇട്ട് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അപ്പത്തേക്ക് മാറും, പിന്നെ വരും. ചുരിഞ്ഞ് പൊട്ടു ഇത്രയും വല്ലത് ഈ ഭാഗത്ത് പാടുപോലുമില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ ഇത് ശരിയാണല്ലോ, അപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുക, ആരെങ്കിലായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ ഒരു ദിവസം കാറിൽ പോകുമ്പോഴത്തേക്കും ഒരു പാവപ്പെട്ടവൻ കൈ നീട്ടി സിഗ്നലിൽ വണ്ടി നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും വചനം ഇങ്ങനെ ഏതെങ്കിലും കാര്യം എന്നോട് കരുണയായിരിക്കണേ, ദൈവമേ ഞാൻ പാപിയാണ് എപ്പോഴും തോന്നണം. ഒരു ക്രോട്ടോഡോമൊപ്പി പോകുമ്പോൾ വെറുതെ തൊട്ട് ചുമിക്കയില്ല. ഈശോനെ കാണുമ്പോഴൊക്കെ, ഈശോനെ ഓർമ്മ വരുമ്പോഴൊക്കെ എനിക്ക് യോഗ്യതയില്ല, എന്നോട് കരുണയായിരിക്കണേ, ഞാൻ പാപിയാണ്. ഈശോനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കാൻ പറ്റുന്ന സമയമൊക്കെ നമ്മൾ പലതും ഓർക്കുമല്ലോ. അപ്പോൾ ഈശോ പല കാര്യങ്ങളെ നമുക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കണം. ഈശോ പറഞ്ഞിട്ടുള്ള കാര്യം, ബൈബിളിൽ വായിച്ച കാര്യം, ഇന്നത്തെ കാര്യമൊക്കെ ഇങ്ങനെ ധ്യാനിക്കണം. എപ്പോഴും അങ്ങനെ ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാവും, സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ വിൻഡോ തുറന്ന് ആൾ കാശ് വയ്ക്കുക. അപ്പോൾ ഞാൻ പേഴ്സ് ഇരുന്ന് പൈസ എടുത്തിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ എന്നത് ഇത് ഈശോ തന്നെയല്ലേ എന്ന് തോന്നി. ഞാൻ ഇങ്ങനെ കാശും തൊട്ടിട്ട് അപ്പോൾ എൻ്റെ ഈ മുറിവ് എനിക്ക് കാണുകയാണ്. ഈശോ അല്ലേ, ഈശോനെ തൊട്ടാൽ സൗഖ്യം കിട്ടുമല്ലോ. ആ ബ്ലീഡിങ്ങുള്ള പെണ്ണിന് സൗഖ്യം കിട്ടിയെങ്കിൽ എനിക്കും കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കാശൊക്കെ കൊടുക്കുമ്പോൾ അയാളെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ പിടിച്ച് സ്നേഹത്തിൽ അയാൾക്ക് തോന്നി എന്താ ചെയ്യണമെന്ന്. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ കാശ് കൊടുത്തിട്ട് ആ കൈ എടുത്ത് ഇവിടെ വെച്ച് കേട്ടോ, പ്രൈസ് ദി ലോർഡ്, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി. ഹല്ലേലൂയ. നമുക്കിത് വിശ്വാസം ബോധ്യമാണ്. അത് കഴിഞ്ഞിട്ട് ആ മുറിവ് വന്നിട്ടില്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് മുറിവില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കാരുണ്യ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും ഉടമ്പടിയിൽ ചെയ്യുമ്പോഴും അത് ചെയ്യുന്നത് മനുഷ്യർക്കില്ല, ഈശോയ്ക്കാണ് ചെയ്യുന്നത്. ആ ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണും, അതാണ് ആദ്യം. അപ്പോൾ അത് ഹൃദയശുദ്ധി എങ്ങനെയാണ്? വചനം വഴിയാണ് കിട്ടുന്നത്, ഈശോ വഴിയാണ് കിട്ടുന്നത്. എൻ്റെ വചനം നിന്നെ ശുദ്ധീകരിക്കും. യോഹന്നാൻ 15:3. അപ്പോൾ ഇതിൽ വലിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊക്കെ ഫിലിപ്പിയർ 2:5 ദൈവം പറയുക, പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിൻ്റെ മനോഭാവം ഈശോയുടെ മനോഭാവം പോലെ ആയിരിക്കണം. എന്ന് വെച്ചാൽ വചനം ഹൃദയത്തിലുണ്ടാകണം. മനോഭാവം ഈശോയുടെ മനോഭാവം വചനമായിരിക്കണം. ഈശോ ആരാ? വചനമാണ്. ഈശോയുടെ സ്വഭാവം പോലെ ആയിരിക്കണം നിൻ്റെ സ്വഭാവം. നമ്മളുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരിൽ ഈശോനെ കാണും. പ്രൈസ് ദി ലോർഡ്. പിശാച് അങ്ങനെ തന്നെ ഓപ്പോസിറ്റാക്കി വെച്ചിരിക്കുക. ഭാര്യ ഭർത്താവിൽ പ്രതീക്ഷിക്കും, ഭർത്താവിന് ഈശോയുടെ മനോഭാവം ഉണ്ടാകണം. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഭർത്താവിനെ അതൊന്നും ഫീൽ ചെയ്യരുത്. ഞാൻ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ബഹുമാനിച്ചില്ലെങ്കിലും ഭർത്താവ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ഭർത്താവ് ഭാര്യയിൽ കാണും. പ്രൈസ് ദി ലോർഡ്. അവൾ ആദ്യം വന്ന് സംസാരിക്കട്ടെ. മറ്റുള്ളവരിൽ നമ്മൾ കാണും. നമ്മളെ ഭാഗത്ത് തെറ്റ് പറ്റിയാലും, നമ്മൾ വണ്ടി തെറ്റായി ഓടിച്ചാലും മറ്റുള്ളവരൊക്കെ നമ്മളോട് ക്ഷമിക്കണം. മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് ചീത്തവാക്ക് പറയും, ദേഷ്യപ്പെടും. മറ്റുള്ളവർ ആരും നമ്മളോട് ദേഷ്യപ്പെടരുത്. അവർ വന്ന് ആദ്യം ക്ഷമ പറഞ്ഞോളും. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ പ്രശ്നമാണ്. വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നത്തിൻ്റെ കാരണം അതാണ്. ഈശോ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ മനോഭാവം
ഈശോനെ പോലെ ആകണം, മറ്റുള്ളവരിൽ അത് കാണരുത്. അതിന് എപ്പോഴും ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. പല കുടുംബത്തിലും ഇന്ന് പ്രശ്നവും പലവർക്കും എപ്പോഴും ദേഷ്യവും സങ്കടവും ഉള്ളതിൻ്റെ കാരണം മറ്റുള്ളവരിൽ ഈശോയുടെ മനോഭാവം അന്വേഷിക്കുന്നതുകൊണ്ടാണ്. അയാളെന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്, അവരെന്തിനാ ഇങ്ങനെ ചെയ്തത്? നിനക്ക് ഈശോയുടെ മനോഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദൈവം അവരെ കൊണ്ട് അനുവദിച്ച് കൊടുപ്പിക്കുന്നത് അങ്ങനെ ചെയ്യാനല്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലം നീ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിട്ടുണ്ട്. മാബുദിസ വഴി, ഈശോ കുരിശുമരണം വഴി എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ തന്ന്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കുക. അതിനെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കണം. നമ്മൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ, ഗലാത്യർ 5:22 സ്നേഹം, ക്ഷമ, എന്തൊക്കെയാണ്? വിശ്വസ്തത, സ്നേഹം, ക്ഷമ, വിശ്വസ്തത, നന്മ, പിന്നെ എളിമ. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഇതൊക്കെ. നമുക്കുണ്ടാ ഇതൊന്നും നമ്മൾ കാണിക്കില്ല, ക്ഷമിക്കില്ല, മറ്റുള്ളവർക്ക് നന്മ വിചാരിക്കില്ല. അതിന് മത്തായി 7:12 ദൈവം പറഞ്ഞിരിക്കുക, ഇത് ഒന്ന് എന്ന് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതിയിടണം. നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം അനുഭവപ്പെടണമെങ്കിൽ വീട്ടിൽ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ആനന്ദം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അത് നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഇന്ന് ഉടമ്പടിയിൽ ഉള്ളവർ ഇത് നോക്കണം. നമ്മൾ പ്രതീക്ഷിക്കും അവൾ വന്ന് ആദ്യം എന്നോട് സംസാരിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് പോയി സംസാരിക്കുക. ഞാൻ എന്ത് ചെയ്താലും അവൾ തിരിച്ച് സംസാരിക്കരുത്, അവൾ എന്ത് ചെയ്താലും നിങ്ങൾ തിരിച്ച് സംസാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അയൽക്കാരൻ എന്തിനാ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇടുന്നത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി വണ്ടി ഇടാതിരുന്നാൽ മതി, അയാൾ ഇട്ടോട്ടെ. എൻ്റെ വാതിക്കലിൽ എന്തിനാ വണ്ടി ഇടണം? ചവരെന്തിനാ ഇങ്ങോട്ട് ഇടണം? നിങ്ങൾ അങ്ങോട്ട് ഇടാതിരിക്കുക. ആ ജോലി നിങ്ങൾ ചെയ്തിട്ട്, അപ്പോൾ ഇത് ദൈവനാമത്തിൽ അത് ഏറ്റെടുക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ കൃപ സമ്പാദിക്കുക. ആ കൃപ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് ദൈവജോലി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവരിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേദന ഉണ്ടാവും, ഒരു പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു സഹനം ഉണ്ടാവും. ആ സഹനം ദൈവനാമത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് കൃപ കിട്ടുക. ആ കൃപ കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ സാധിക്കുക. കൃപ ഉണ്ടെങ്കിലേ പ്രാർത്ഥിക്കാൻ പറ്റൂ. പ്രാർത്ഥിച്ചാൽ കൃപ കിട്ടില്ല. ആ കൃപ കൊണ്ടാണ് നമുക്ക് നന്മ പ്രവർത്തിക്കാൻ സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതെല്ലാം നമുക്ക് കൃപ കൊണ്ടാണ്. ആ കൃപ കിട്ടുന്നെങ്കിൽ ഇത് സിമ്പിളാണ്. മറ്റുള്ളവരിൽ നീ എന്ത് ആഗ്രഹിക്കുന്നോ അത് അങ്ങോട്ട് ചെയ്യുക. അതാണ് ഈശോയുടെ മനോഭാവം. ഈശോ അത് ഒറ്റ വാക്കിൽ പഠിപ്പിച്ചു തന്നതാണ്. മറ്റുള്ളവർ നിന്നോട് സത്യം മാത്രമേ പറയാവൂ. നമ്മൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളോട് നമ്മൾ പറയും, നീ നുണ പറയുകയാണ്. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയും. നമ്മൾ സത്യം മാത്രമേ പറയാവൂ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് എല്ലാവരും സത്യം പറയണമെന്ന് നമ്മൾ ആഗ്രഹം നമുക്കിരിക്കുകയല്ലേ. പക്ഷേ നമ്മൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും നമ്മളെക്കുറിച്ച് കുറ്റം പറയരുതെന്നാണ് നമ്മളെ ആഗ്രഹം. നമ്മളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ. നീ നല്ല കാര്യം മാത്രമേ മറ്റുള്ളവരെക്കുറിച്ച് പറയാവൂ. പ്രൈസ് ദി ലോർഡ്. വേറെ ആരെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞാൽ നീ മറ്റുള്ളവർ, നിൻ്റെ കൂട്ടുകാരി വേറെ ആൾ നിന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, നീ എന്തിനാ അവൾ എന്നെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാൻ പോയത്? ഒരു വിഷമം ഉണ്ടാവും. ആരെക്കുറിച്ച് ആര് കുറ്റം പറഞ്ഞാൽ നീ കേൾക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് വചനം അകത്തേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹൃദയത്തിൽ വചനം ഉണ്ടെങ്കിൽ നീ ദൈവ സാന്നിധ്യത്തെ കാണും.
ഈ വചനം എപ്പോഴും സൂക്ഷിക്കണം. ഇന്ന് ഈ ഒരു വചനമെങ്കിലും ഇന്ന് സൂക്ഷിക്കുക. മത്തായി 7:12 മറ്റുള്ളവർ നീ എന്ത് പ്രതീക്ഷിക്കുന്നു, അവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പ്രതീക്ഷിക്കുന്നു, അത് നീ പെരുമാറുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നീ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ദൈവ സാന്നിധ്യം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് സങ്കടമാണല്ലോ, ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയല്ലോ. ആ പരാജയമെല്ലാം നിൻ്റെ കൃപയ്ക്ക് കാരണമാകും. കൃപയുടെ പുറത്ത് കൃപയായിരിക്കും. നീ പ്രാർത്ഥിച്ചാൽ കേൾക്കും. ആ കൃപയിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ആവും. കുറേ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുറേ വിശ്വാസികൾക്ക് വേണ്ടി, വിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസം കിട്ടാനും ഇല്ലാത്തവർക്ക് വിശ്വാസം കൊടുക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിൻ്റെ കൺമുമ്പിൽ കാണിച്ചു തരും ആർക്കാ വിശ്വാസം ആവശ്യം, അവരെ പറഞ്ഞോളൂ. നീ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ മുമ്പിൽ വിടും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളത് ഈ കൃപയ്ക്കകത്തുള്ളത്. കൃപയില്ലാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. ഉറക്കം വരും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരാറില്ലേ? പിന്നെ പ്രാർത്ഥിക്കാമെന്ന് തോന്നാറില്ലേ? ഇങ്ങനെ പ്രാർത്ഥിച്ച് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ പ്രാർത്ഥിക്കുന്നവരില്ലേ? അതിൻ്റെയൊക്കെ കാരണം കൃപയില്ലാത്തതുകൊണ്ടാണ്. ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞാൽ വേറെ എന്ത് വായിച്ചാലും വെറുതെ ഇരുന്നാലും കുഴപ്പമില്ല. പക്ഷെ ബൈബിൾ വായിച്ചാൽ ഉറക്കം വരും, വായിക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മളെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോകും. അത് കൃപയില്ലായ്മ കൊണ്ടാണ്. കൃപ കിട്ടണമെങ്കിൽ നീ ദൈവവചനകത്ത് സൂക്ഷിക്കുക. ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന സഹനം ഈശോയുടെ നാമത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് കൃപയായിട്ട് നിനക്ക് മാറും. ഉടമ്പടി ജീവിതം അതാ. പ്രൈസ് ദി ലോർഡ്. ഇതൊന്ന് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. രണ്ടാമത്തത്, ശിഷ്യന്മാർ ഈശോടത്ത് പറഞ്ഞത് എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. പ്രൈസ് ദി ലോർഡ്. ലൂക്ക 5:8 ഈശോ പ്രാർത്ഥന പഠിപ്പിക്കാൻ ഈശോ ചെയ്തത് എന്താണ്? ഇത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമുക്ക് പലവരിക്കും പ്രാർത്ഥിക്കാൻ അറിയില്ല. നമ്മൾ കുറേ ഒരു കൊന്ത ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഒരു 53 മണി തീർന്നത് പോലും അറിയില്ല. പലവരുടെയും പ്രശ്നം സ്വർഗസ്നായ പിതാവെ ചൊല്ലി ഇടയ്ക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഇടയ്ക്ക് നിന്ന സ്ഥലത്ത് പറയാൻ അറിയില്ല. വിശ്വാസപ്രമാണം ഇടയ്ക്ക് നിന്ന് പോയാൽ അതെന്താണെന്ന ബോധ്യമില്ലാതെ പറയുന്നതുകൊണ്ടാണ്. അത് നിന്നുപോയ സ്ഥലത്ത് പറയില്ല, പിന്നെ ഒന്നിൽ കൂടി തുടങ്ങണം. അതിനുണ്ടോ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. നന്മ നിറഞ്ഞ വരുമ്പോൾ പോലും എവിടെ വെച്ച് നിന്നോ ഒന്ന് നിർത്തിയിട്ടൊന്ന് പറയാൻ നോക്കിയേ, ആദ്യം തൊട്ട് പറയാൻ പറ്റണം. അപ്പോൾ അതെല്ലാം നാവിൻ്റെ ഒരു എക്സസൈസായിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെല്ലാം നാവിൻ്റെ എക്സസൈസാണ്. അത് മനസ്സും ശരീരവും വിട്ട് ആത്മാവിലേക്ക് വരും പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ച് കഴിഞ്ഞാൽ ദൈവവും നീ മാത്രമേ ഉണ്ടാകാവൂ, വേറൊന്നും പാടില്ല. അതാ നീ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി കതകടച്ച് പ്രാർത്ഥിക്കണം. കതകടച്ചെന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ കഥകൾ അടച്ച്, ലോകത്തിൻ്റെ ചിന്തയില്ലാതെ, മനസ്സിൻ്റെ ചിന്തയില്ലാതെ, ശരീരത്തിൻ്റെ ആവശ്യം, വിശപ്പ് എല്ലാം മറന്നിട്ട്, ശരീരമാണ് ഈ ലോകം, അതിൻ്റെ വാതിൽ അടച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. അത് ആത്മാവിലുള്ള പ്രാർത്ഥനയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അതിനൊരു ഉപമ പറയുകയാണ്. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പാതിരാത്രി ഇനിയൊരു സുഹൃത്ത് കയറി വന്ന്, അത് ലൂക്ക 11:5. അപ്പോൾ ഈ വീട്ടുടമസ്ഥനായ സുഹൃത്ത് ഇനിയൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ 3 പേരാണ്. ഇത് കുറേ കേട്ടിട്ടുള്ളതാണ്, പക്ഷെ അത് ഞാൻ പറയാൻ. അപ്പോൾ ആദ്യത്തെ സുഹൃത്താണ് വീട്ടിൽ ഇരിക്കുന്നത്. രണ്ടാമത്തെ സുഹൃത്ത് അയാളുടെ വീട്ടിലേക്ക് വന്ന് 2. മൂന്നാമത്തെ സുഹൃത്ത് അപ്പുറത്തിരിക്കുക. അപ്പോൾ പാതിരാത്രിക്ക് രണ്ടാമത്തെ സുഹൃത്ത് ഒന്നാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. വരുമ്പോഴത്തേക്കും അയാൾക്ക് എന്താ ആവശ്യം? അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. ഒന്നാമത്തെ സുഹൃത്ത് അയാൾക്ക് ഭക്ഷണം കൊടുക്കണം. ഭക്ഷണത്തിന് വേണ്ടി എവിടെയാണ് പോകണം? ഭക്ഷണം അയാളുടെ വീട്ടിലില്ല, പരിഹാരം ഇല്ല. അതെവിടെയുള്ളത്? മൂന്നാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ആളാരാണ്? അത് നമ്മളാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സുഹൃത്ത് ആരാണെന്ന് പറയാൻ പറ്റുമോ?
പ്രൈസ് ദി ലോർഡ്. പാതിരാത്രിക്ക് വരുന്ന സുഹൃത്ത് ആരാണ്? രണ്ടാമത്തെ സുഹൃത്ത് നമ്മളെ സഹനങ്ങളാണ്. നമ്മളെ സഹനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ, പാതിരാത്രിക്ക് വരുന്നതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സഹനങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമായിരിക്കാം, മക്കളുടെ ദുശീലമായിരിക്കാം, നിൻ്റെ കടബാധ്യതയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രതീക്ഷിക്കാതെ നിൻ്റെ ബിസിനസ്സിൻ്റെ നഷ്ടമായിരിക്കാം, ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ വേർപെടലായിരിക്കാം, സൗമ്യയില്ലാതെ അവർ തമ്മിൽ ചേർച്ചയില്ലായ്മയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ രണ്ടാമത്തെ ആൾ എപ്പോൾ വേണമെങ്കിൽ വരും. ഒന്നാമത്തെ ആളിന് അത് തീർക്കാനുള്ള ഇതില്ല, അയാൾക്ക് അപ്പം കൊടുക്കാനില്ല. അപ്പം എവിടെയുള്ളത്? മൂന്നാമത്തെ ആളുടെ കയ്യിലുള്ളത് ഈശോയാണ്, ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ആൾ നമ്മളെ വീട്ടിൽ വിരുന്നിന് വരുമ്പോൾ വിളിക്കാതെ വരുന്ന വിരുന്ന സഹനങ്ങൾ നമ്മൾ വിളിക്കാതെ പ്രതീക്ഷിക്കാതെ വരൂ. കണ്ണും പൂട്ടി മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോയിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നേരത്തെ പോയി ശീലം ഉണ്ടാക്കണം. രാത്രി നേരമാണ്, അവിടെ ലൈറ്റൊന്നുമില്ല. അയാൾ എങ്ങനെ കണ്ണും അടച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. വഴി എങ്ങനെ പോകണമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോകാൻ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രം അങ്ങോട്ട് പോയാൽ തട്ടി വീഴും. ആ വഴി അറിഞ്ഞുകൊണ്ടാണ് ഇയാൾ കണ്ണും പൂട്ടിയിട്ട് രാത്രിയിൽ, പാതിരാത്രിക്ക് വെട്ടമില്ല ഒന്നുമില്ല, അയാൾ കറക്റ്റ് അവിടെ പോയി എത്തിയത്, ആ വാതിക്കലേക്ക് എത്തിയതിൻ്റെ കാരണം നേരത്തെ പോയി ശീലമുണ്ട്, നേരത്തെ പ്രാർത്ഥിക്കും. ഈ വിരുന്നുകാരൻ വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ആ പ്രാർത്ഥിച്ച് ശീലമുള്ളത് കൊണ്ടാണ്, അയാൾ അവിടെ പോയി ശീലമുള്ളത് കൊണ്ടാണ് അയാൾക്ക് ആ വാതിൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു കാര്യമില്ലാതെ പ്രാർത്ഥിക്കാൻ ഒരു കാര്യം വേണ്ട. നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം തന്നതിന് നന്ദി, ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നന്ദി, എനിക്ക് 2 കണ്ണും കാണാൻ പറ്റുന്നുണ്ട് നന്ദി, ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുന്നുണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ ഞാൻ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ട് നന്ദി ദൈവമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മക്കളും ഭർത്താവും ഉണ്ട് നന്ദിയുണ്ട്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങളൊക്കെ ഒന്നല്ലേ, ഒരുമിച്ചുണ്ടല്ലോ. കുർബാനയ്ക്ക് പോകാനുള്ള അവസരമുണ്ട്, എനിക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് നന്ദി. നടക്കാൻ സാധിക്കാത്തവർക്ക് കൊന്ത കയ്യിലെടുക്കാൻ പറ്റണ്ടല്ലോ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇല്ലായ്മയെക്കുറിച്ചില്ല പറയേണ്ടത്, ഉള്ളതിനെക്കുറിച്ച് നന്ദി പറയുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വഴി അറിയാൻ പറ്റും. ഏത് പാതിരാത്രിയാണെങ്കിലും കണ്ണും പൂട്ടിക്കഴിഞ്ഞാൽ ദൈവമായിട്ട് കണക്റ്റഡ് ആകും. നമ്മൾ കണക്റ്റഡ് ആകാത്തത് നമുക്ക് വഴി അറിയാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ചെയ്ത ഒരു കാര്യമായിരിക്കും ഇപ്പോൾ നമുക്ക് അനുഭവം കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം തന്നെ പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവമേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിന് നന്ദി. ദൈവമായിട്ട് കണക്റ്റഡ് ആകാൻ എപ്പോഴും പെട്ടെന്ന് ഈസി ആയിട്ടുള്ള വഴി കുരിശിനെ കാണുക. കുരിശിൽ ഈശോയുടെ ആക്ഷൻ കാണണം. നീ താഴെ നിൽക്കുക, ഈശോ പറയുക മാറിക്കള, അങ്ങോട്ട് പോ, നിനക്ക് വേണ്ടി ഞാൻ കിടക്കുകയല്ലേ, നീ രക്ഷപ്പെട്ടു പോ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ സ്നേഹം നിറയും. ഈശോയായിട്ട് സ്നേഹം നിറയ്ക്കാൻ എപ്പോഴും ചോരയിൽ ചോർന്നിരിക്കുന്ന ഈശോനെ, ചോരയിൽ ഇരിക്കുന്ന ഈശോനെ കുരിശിൽ കണ്ടുകൊണ്ട് ഈശോ നമ്മളോട് പറയുക, നീ രക്ഷപ്പെട്ടു പോടാ, നീ രക്ഷപ്പെട്ടു പോടി, നീ ചെയ്തതിന് ഞാൻ ഇരിക്കുകയല്ലേ, ഞാൻ നിൻ്റെ പിതാവല്ലേ, നീ പോ, മാറ്. പ്രൈസ് ദി ലോർഡ്. നീ അനുഭവിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി കുരിശിൽ കിടക്കുകയല്ലേ, രക്ഷപ്പെട്ടു പോ. പ്രൈസ് ദി ലോർഡ്. ആ ഈശോനെയാണ് കാണേണ്ടത് കണ്ണടയ്ക്കുമ്പോൾ. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നീ വഴിയിലേക്ക് നേരെ അവിടത്തേക്ക് നീ കണ്ണും പൂട്ടുമ്പോഴത്തേക്ക് എത്താൻ സാധിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പാതിരാത്രിക്ക് നിനക്കൊരാവശ്യം വരുമ്പോൾ നിനക്ക് പ്രാർത്ഥനയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും നിനക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അങ്ങനെ പോയി കഴിയുമ്പോൾ അകത്ത് പോകുമ്പോഴത്തേക്ക് വാതിൽ തട്ടും. അപ്പോൾ അകത്തിരുന്നൊരു സ്വരം വരും, പാതിരാത്രിയാണ്, ഇപ്പം സാധിക്കില്ല, വാതിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സുഹൃത്തിനോട് പറയുക, ഒന്നാമത്തെ സുഹൃത്ത് മൂന്നാമത്തെ ആളുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ പറയുക, കൊച്ചുങ്ങളടുത്ത് അടയ്ക്കുകയാണ്, എണീക്കാൻ സാധിക്കില്ല. ഇത്രയും മുടക്ക് പറഞ്ഞാലും അകത്തിരുന്ന് ഒരു സ്വരമില്ല, അപ്പമില്ലെന്ന് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നീ എത്ര പ്രാർത്ഥിച്ചാലും അവിടെ അപ്പം അവിടെ ഉണ്ട്, അതിൻ്റെ അകത്തുണ്ട്. നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനത്തിൻ്റെ ഉത്തരം, പ്രതിവിധി അവിടെ ഉണ്ട്, അകത്തുണ്ട്. മക്കളുടെ ജോലി അകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, അവിടെ അകത്തിരിക്കുക, അതെല്ലാം അകത്തിരിക്കുക. മക്കളുടെ ദുശീലവും അവരുടെ അടിമത്വവും അകത്തിരിക്കുകയാണ്. ഈശോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതില്ലെന്ന്. അത് താമസിക്കുന്നതിൻ്റെ കാര്യം നീ ചോദിക്കേണ്ടത് ചോദിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നീ എന്താണ് ചോദിക്കേണ്ടത്? അത് ചോദിച്ചിട്ടില്ല. നീ ചോദിക്കേണ്ടത് ലൂക്ക 11:13 അതാണ് ചോദിക്കേണ്ടത്. ഈശോ അതുകൊണ്ടാണ് താമസിപ്പിക്കുന്നത്. അവിടെ ഉണ്ട്, തരും നിനക്ക്. നീ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഈശോ പറയുകയാണ്, ഈശോ എന്താ പറഞ്ഞത്? നിൻ്റെ മക്കൾ മുട്ട ചോദിക്കുമ്പോൾ നീ പാമ്പിനെ കൊടുക്കുക, നിൻ്റെ മക്കൾ മീൻ ചോദിക്കുമ്പോൾ നീ തേലിനെ കൊടുക്കുക. അപ്പോൾ പാപിയായ നിനക്ക് നിൻ്റെ മക്കൾക്ക് നന്മ മാത്രം കൊടുക്കാൻ അറിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവായ ഞാൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരില്ലേ? അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലുത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കത് അറിയാത്തതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് മാത്രം മതി. അതൊരു സഹായനെ ഞാൻ നിനക്ക് അയക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ലോകത്ത് ജീവിക്കാനും നീ നിത്യതയിലേക്ക് പോകാനുള്ള സഹായകനാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അത് പരിശുദ്ധാത്മാവ് തരും. അതിന് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ അപ്പോസ്തലപ്രവർത്തനം 2:38 എപ്പോഴും അനുതപിക്കുക, ഞാൻ പാപിയാണ് ഈശോയെ, ഞാൻ പാപം ചെയ്തു പോയി, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണേ, പരിശുദ്ധാത്മാവിന് നിറയ്ക്കണേ. പരിശുദ്ധാത്മാവ് ദൈവം തന്നിട്ടുണ്ട്, അതിനെ ശക്തിപ്പെടുത്തണേ. അനുതപിക്കുമ്പോഴാണ് ശക്തിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമ്മ മാതാവ് ലൂക്ക 1:35 ഗബ്രിയേൽ മാലാഖ പറയുന്ന അമ്മ മാതാവ് ചോദിക്കും, ഇതെങ്ങനെ സാധിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അതിനെല്ലാം ഉത്തരം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതെല്ലാം സാധിക്കും. നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് സാധിക്കും. അടിമത്വം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാധിക്കും. നിൻ്റെ കടബാധ്യത പരിശുദ്ധാത്മാവ് വരുമ്പോൾ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതെങ്ങനെയാണ്? ഏത് വെറുതെ ഇല്ല പറയണേ. പരിശുദ്ധാത്മാവിനെ തന്നെ നീ ചോദിക്കണം. പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. പ്രാർത്ഥനയിൽ നീ ചോദിക്കുമ്പോൾ കരുണയായിരിക്കണേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞാൻ പാപിയാണ്, എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ഇത് എനിക്ക് ഒരു പൈസയുടെ ബുദ്ധിമുട്ട് വന്ന്, കാശിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇൻകം ടാക്സിൻ്റെ പ്രശ്നം വന്നിട്ട് എനിക്ക് 3 കോടി അടുപ്പിച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വിൽക്കാൻ വേണ്ടി, അത് കുറച്ച് ദൂരമായിരുന്നു. കോയമ്പത്തൂരിൽ മെയിൻ റോട്ടിൽ നിന്ന് കുറച്ച് ദൂരമാണ്. അപ്പോൾ ഞാൻ അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചതാണ്. 4 ഏക്കർ അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വാങ്ങിച്ചത് 10 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുള്ളൂ. 40 ലക്ഷം അത് കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്, വില കുറച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫുണ്ട്. ആ വഴി പോലും എനിക്കറിയില്ല അവിടെ പോകാൻ. അകത്തേക്ക് പോകണം കുറേ, 1-2 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അയാളോട് ചോദിക്കും, എടാ നമ്മളെ സ്ഥലം എന്ത് വിലയ്ക്കാണ് വിൽക്കുന്നതെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇപ്പോൾ കൊടുത്ത ഒരു 15 ലക്ഷം 20 ലക്ഷം വെച്ച് കിട്ടും ഏക്കറിന്. അപ്പോൾ വില കൂടിയിട്ടുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 5-6 കൊല്ലം കഴിഞ്ഞായിരുന്നു അന്ന്. അപ്പം നോക്കുമ്പോഴത്തേക്കും 20 ലക്ഷം ആണെങ്കിൽ ഒരു 80 ലക്ഷം രൂപ കിട്ടണം 4 ഏക്കറിന്. എന്തായാലും പൈസ തികയില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. ബുധനാഴ്ച ഞങ്ങൾക്ക് അന്ന് ഹോട്ടലിൽ ആണ് പ്രാർത്ഥന. ബുധനാഴ്ച മധ്യസ്ഥ പ്രാർത്ഥനയും വെള്ളിയാഴ്ചയാണ് പ്രാർത്ഥന. അവിടെ ധ്യാനം ഹോട്ടലിൽ ഹാളിലായിരുന്നു.
അപ്പോൾ ഞാനിത് അവിടെ ഒരു ബോർഡ് വെച്ച് ഇത് വിൽക്കാനുണ്ട്, വിലയൊന്നും എഴുതിയില്ല, വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ ബോർഡ് വെച്ച്. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നും നിൻ്റെ ബുദ്ധി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് വഴി നടത്തും. നീ ദൈവമക്കളാകും. ദൈവത്തിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. റോമ 8:14. ദൈവത്തിൻ്റെ മക്കളാകുമ്പോഴത്തേക്ക് ദൈവം നോക്കിക്കോളും. നീ ഇങ്ങനെ കൂടെ നടന്നാൽ മതി. ആവശ്യമില്ലാതെ കരച്ചിലും ബഹളവും മുട്ടിപ്പേ നിന്ന് അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മുട്ടിപ്പേ നിൽക്കണം എന്ന് വെച്ചാൽ കുറേ അഭ്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം അങ്ങനെ സാഡിസ്റ്റൊന്നുമില്ല. നീ ഇങ്ങനെ ബുദ്ധിമുട്ടി ആണിക്കൂടി നടന്നാലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്നൊന്നുമില്ല. മക്കളാണ്. ദൈവത്തിൻ്റെ മനസ്സ് ഇതാ. ഞാൻ പറഞ്ഞില്ലേ, കുരിശി കാണുമ്പോൾ ദൈവം പറയാ, എടാ മാറി നിൽക്കേ, വിട്, നീ മാറ്, നീ ഒന്നും അനുഭവിക്കേണ്ട, മാറ്, ഞാൻ ഇരിക്കുകയില്ലേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 80 ലക്ഷം കിട്ടുക, ഒരു 75 ലക്ഷമെങ്കിലും കിട്ടുക, ബാക്കി കാശ് ഒപ്പിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ ബുധനാഴ്ച ഒന്നാമത് കിട്ടില്ല. അപ്പോൾ ഒരു ടീം വന്ന്, കുറച്ച് റിയൽ എസ്റ്റേറ്റുകാർ വന്ന്, നിങ്ങൾ ആ ബോർഡ് കണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലം വേണം. അപ്പോൾ ഇത് പ്രാർത്ഥന തുടങ്ങാറായി. ബുധനാഴ്ച പ്രാർത്ഥന തുടങ്ങും. ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് പോകാം, അഡ്വാൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ എന്നോട് എന്ത് വിലയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് 1 കോടി രൂപ തരാമെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, മൊത്തത്തിൽ പറഞ്ഞു 1 കോടി. ഞാൻ 4 ഏക്കറിനാണ് പറയണേ 1 കോടിയെന്ന്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്കൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥനയുടെ കറക്റ്റ് സമയമായി. എപ്പോഴും ശ്രദ്ധിക്കണം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പ്രാക്ടിക്കൽ കാര്യം, അനുഭവിച്ച കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയണം. 1-ാം സ്ഥാനം കൊടുക്കണം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറയണം. ഞാൻ അവിടെ ഇരുന്ന് പറയുക, എന്നോട് പറഞ്ഞിരിക്കണം 15 ലക്ഷം 20 ലക്ഷം എന്നാണ് എൻ്റെ സ്റ്റാഫ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയും കൊടുത്തിട്ട് വേറൊരു സ്ഥലം കൂടി കൊടുത്ത് പ്രശ്നം തീർക്കാം. ഒരു 3 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പിന്നെ അവരോട് പറഞ്ഞ് ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം. അവരവിടെ തന്നെ നിൽക്കുക, റിസപ്ഷനിലിരിക്കുക. എൻ്റെ ക്യാബിനിലാണ് ഞങ്ങൾ 10 പേര് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ പോയപ്പോൾ ഇവർ ക്യാബിനിൽ കയറിയിട്ട് വന്നിട്ട് പറഞ്ഞ് ഒരു 85 ലക്ഷം രൂപയ്ക്ക് എടുക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്ക് 1 കോടി പോലും തികയാതെ വരും, അതുകൊണ്ട് എനിക്ക് 1 കോടി തന്നെ. ഞാൻ 4 ഏക്കറിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു അവസാനം എൻ്റെ കയ്യിൽ ഒരു 5 ലക്ഷം എടുത്ത് തന്നിട്ട് പറഞ്ഞ് 92 ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുക പ്ലീസ്. എന്നിട്ട് ഞാൻ 5 ലക്ഷം വാങ്ങിച്ച്, ഞാൻ 4 ഏക്കറിനാണ് 92 ലക്ഷം വാങ്ങിക്കുന്നത്. അപ്പോൾ അയാൾ കണക്കൂട്ടിയിട്ട് പറയുകയാണ് 5 ലക്ഷം ഞങ്ങൾ തന്ന് മൊത്തം 3 കോടി 68 ലക്ഷമാണ്. അതിൽ 5 ലക്ഷം തന്നാൽ ഇനി 363 ഞങ്ങൾ തിരിച്ചു തരും. അയാൾ 1 ഏക്കറിനാണ് 92 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ 4 ഏക്കറിനും കൂടി ചേർത്തിട്ടാണ് 92 പറയണം. അതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ എല്ലാ ആവശ്യവും തീർന്നു പോയി. നമ്മുടെ ഭാഗത്ത് എന്ത് തീരുമാനത്തിൽ മിസ്റ്റേക്ക് വന്നാലും പരിശുദ്ധാത്മാവ് അത് കറക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ കൊണ്ട് പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചില്ല. 4 ഏക്കറിനും കൂടി 92 പറയാൻ എത്ര സമയം എടുക്കും? പറഞ്ഞാൽ തീർന്ന്. ഞാൻ 92 മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 ഏക്കറിനാണ്. അവർ പറയുന്നത് 1 ഏക്കറിനാണ്. എനിക്ക് ആ വില അറിയില്ല. നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങൾ അറിയും. എൻ്റെ എല്ലാ കാര്യവും തീർന്ന് ബാക്കി കാശും എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ വിഷമിക്കേണ്ട. പ്രാർത്ഥിക്കേണ്ടത് വാതിലടച്ച് ഈ ലോകത്തിലിരുന്ന് ലോകത്തിൻ്റെ കാര്യം ചിന്തിക്കാതെ ദൈവത്തെ മാത്രം ചിന്തിച്ച് ദൈവസാന്നിധ്യം അപ്പം അങ്ങനെ മാത്രം ചിന്തിച്ച് അതിന് നിങ്ങൾക്ക് വഴി അറിയണം. പാതിരാത്രിക്ക് ആ 3ാമത്തെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള വഴി അറിയണം. അത് പ്രാർത്ഥനയുടെ വഴി നിങ്ങൾ അറിയണം. നേരത്തെ പ്രാർത്ഥിച്ച ആ വഴി കണ്ടുപിടിച്ച് വെക്കണം. അത് എപ്പോഴും പ്രാർത്ഥിക്കണം. ഒരു വിഷയവും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണം. നന്ദി പറയണം. കരുണയായിരിക്കണം ദൈവമേ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ ദൈവമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. അനുതാപമാണ് ഇതിൻ്റെ മെയിൻ കീ പോയിൻ്റ്.
അനുദപിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പവർ 10 നിങ്ങൾ അനുദപിക്കുമ്പോൾ അത് 100 500 അത് 1000 ഇങ്ങനെ നിൽക്കും പരിശുദ്ധാത്മാവ്. ഞാൻ ചെയ്തോളാം. പരിശുദ്ധാത്മാവിനെ ഉറക്കി തളർത്തി കിടത്തുന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആഗ്രഹമുണ്ട് നിങ്ങളെ സഹായിക്കണമെന്ന്, സാധിക്കില്ല, കൈപൊങ്ങില്ല. അതിനെ അനുദപിച്ച് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞ് ഈ വായിലിരുന്ന് ചീത്ത വാക്ക് പറയാതെ, കുറ്റം പറയാതെ, പിറുപിറുക്കാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തരേ ദൈവമേ എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്നും ചെയ്യേണ്ട, നീ ഉടമ്പടിയിലുണ്ടായാൽ മതി, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും നിനക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് സഹായകനാണ് നിനക്ക് വേണ്ടി. നിനക്കൊരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് ദൈവം തന്നിരിക്കുന്നത്. എല്ലാ കാര്യവും നിനക്ക് എന്ത് കാര്യം ഉണ്ടായില്ലേ, കാർ റിപ്പയറായ ശരിയാകും, അവിടെ ശരിയാക്കി തരും. അതൊക്കെ അനുഭവിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മ മാതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ മധ്യസ്ഥ വഴി ഞങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണേ. ഞങ്ങളെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാഹത്തെ ഞങ്ങൾക്ക് തരണേ. അമ്മ മാതാവേ, ഞങ്ങൾക്ക് ആ ദാഹമുള്ളപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ചോദിക്കാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണേ. ഞങ്ങളെ വിശ്വാസത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചതിന് നന്ദി ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തന്നെ എൻ്റെ ജീവനെ സംരക്ഷിക്കുകയും എന്നെ കാത്തുപരിപാലിക്കുകയും എൻ്റെ കുടുംബത്തെ ഒന്നരംഗം ചേർത്ത് നിർത്തുകയും ചെയ്ത ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഈ കൃപാസനത്തിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. ഒരു രണ്ട് വർഷത്തിന് മുൻപ് എനിക്ക് ഹൃദയസംബന്ധമായ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ വാൽവ് 1997 ഒരു വാൽവ് മാറ്റിവെച്ചതായിരുന്നു, ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റിവെച്ചതാണ്. ഇപ്പോൾ കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്കൊരു യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. ഞാൻ നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്തിരുന്നു. ഞാൻ ചെയ്തിരുന്ന ജോലികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലിയാണ്. മരം മുറിക്കുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തടിയൊക്കെ കാവുകയൊക്കെ ചെയ്യുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് താഴ്ന്നു പോവുകയും ഞാനൊരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ലിസി ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് എന്നെ അവിടുത്തെ ഡോക്ടർമാരെ ICUലോട്ട് റെഫറി ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് എന്നെ ആകപ്പാടെ തകർന്നു പോയി. കാരണം നല്ല ആരോഗ്യത്തോടെ ജോലി ചെയ്ത, അതിന് മുമ്പിലത്തെ ആഴ്ചയിൽ പോലും നല്ല ഹെവി ആയിട്ടുള്ള ജോലി ചെയ്ത ഞാൻ പെട്ടെന്ന് എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയൊരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അവിടെ ആ ഒരു സിറ്റുവേഷനിൽ ഈശോയോട് ഞാൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, ഈശോയെ 10 വയസ്സ് മുതൽ ഞാൻ രോഗിയായിരുന്നു. എന്നെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് ഞാൻ വന്നു. എനിക്ക് 3 മക്കളുണ്ട്, ഭാര്യയുണ്ട്, അപ്പൻ അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ എനിക്കൊന്നൊരു ഒരുപാട് അവരുടെ കൂടെ ജീവിക്കണം. അങ്ങനെ ഈശോയുടെ ഇടപെടലിൽ മാത്രമാണ്. പരിശുദ്ധ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് എന്നെ ഈശോ അവിടുന്ന് രക്ഷിച്ചു. കാരണം ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മനുഷ്യന് രക്ഷപ്പെടാതിരിക്കത്തില്ല. കാരണം അത്രയ്ക്കും വലുതാണ് പരിശുദ്ധ അമ്മ. ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട സ്ഥലം തന്നെയാണ്, ഗ്യാരണ്ടി. കാരണം അത്രയ്ക്കും ശക്തമായ ഒരു പ്രാർത്ഥനയുള്ള വീടാണ് എൻ്റേത്. അങ്ങനെ ഇവിടെ അവിടുന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന ഡോക്ടർ എൻ്റെ പറഞ്ഞ്, ഇയാളെ എന്തിനാണ് ഇവിടെ കിടത്തിരിക്കുന്നത്, അദ്ദേഹത്തിനെ കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പരിശുദ്ധ അമ്മ അതിൻ്റെ അത്ഭുതം തന്നെയാണത്. കാരണം എന്നെ അവിടുന്ന് അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് നേരെ വാർഡിൽ കൊണ്ടുപോയി. അപ്പം സാമ്പത്തികം വളരെ ഞെരുക്കമുള്ള ആളാണ് ഞാൻ. കാരണം ഒരു വലിയൊരു പ്രോജക്റ്റ് എടുത്ത് 30-35 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് എടുത്ത് ഒരു തടി മില്ല് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഉണ്ടായത്. നിരവധി പേരുടെ പൈസ മേടിച്ചും ലോൺ എടുത്തുമൊക്കെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് രോഗം വരുന്നത്. ഇത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. പക്ഷേ ഈ അവസ്ഥയെ വെറും 3 ദിവസം കൊണ്ട് തന്നെ ദൈവം ഈ പരിശുദ്ധ അമ്മയുടെ ഈ നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്നും അമ്മയുടെ ഇടപെടലിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. കാരണം പെട്ടെന്ന് ഞാൻ റിക്കവർ ആയില്ലെങ്കിൽ എൻ്റെ ലോണുകളെല്ലാം മുടങ്ങും. എനിക്ക് ജോലി സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം താളം തെറ്റും. പക്ഷേ അവിടെ നിന്നെല്ലാം പരിശുദ്ധ അമ്മ എന്നെ രക്ഷിച്ചു. അങ്ങനെ ഞാൻ പതുക്കെ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി. ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ 10 കിലോ വെയിറ്റ് പോലും എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എനിക്ക് ഹാർട്ട് ബീറ്റ് ഇപ്പോഴും ഒരു 50 ഉണ്ടാകത്തുള്ളൂ.
28-30 ഹാർട്ട് ബീറ്റിൽ നിന്ന് ഇപ്പോൾ 50 ഹാർട്ട് ബീറ്റ് എനിക്കുണ്ട്. കാരണം എൻ്റെ അമ്മമാതാവിനോട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 4-ാം തീയതി വന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. കാരണം ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകൾ എപ്പോഴും പറയും, അപ്പാ പോയി ഉടമ്പടി എടുക്കണം, എന്നാലേ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ. കാരണം അപ്പാടെ ഉടമ്പടിയിൽ നമ്മൾ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് എൻ്റെ മകൾ പറയുമായിരുന്നു. ആ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം അപ്പാ എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് ഫെബ്രുവരി 4-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് എൻ്റെ മൂത്ത മകളാണിത്, അന്ന ഹെലൻ. അദ്ദേഹത്തിന് മത്സര ദിവസവും കൂടിയാണെന്ന്. അതായത് ഇയാൾ റോവിങ് ചെയ്യുന്ന ആളാണ്. നമ്മളുടെ കേരള സ്പോർട്സ് കൗൺസിലിൽ റോവിങ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ റോവിങ് ചെയ്യുന്നതിൻ്റെ ആ ദിവസം തന്നെയാണ് ഞാനിവിടെ വന്ന്, ഞങ്ങളെല്ലാം എന്ത് മത്സരം വന്നാലും ഇവിടെ വന്ന് ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും, ഞങ്ങൾക്ക് മെഡലുകൾ കിട്ടും. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം അന്ന് ഞാൻ പറഞ്ഞത്, ദൈവമേ, ഞാൻ മുകളിൽ ഫോൺ സ്വിച്ച് ഓഫാക്കി മുകളിൽ പോയി അവിടെ ചെന്ന് ഉടമ്പടിയിൽ എഴുതി കൊടുത്തു എൻ്റെ മകൾക്കൊരു ഗോൾഡ് മെഡൽ നൽകണം. കാരണം 4 വർഷം അവൾ വർക്ക് ചെയ്തിട്ട് ഒരു മെഡൽ പോലും കിട്ടിയിട്ടില്ല. മെഡൽ കിട്ടിയിട്ടുണ്ട്, സിൽവറും ബ്രോൺസുമേ കിട്ടത്തുള്ളൂ, ഗോൾഡ് കിട്ടത്തില്ല. കാരണം അത്രയ്ക്കും ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ്, സർവീസസും ആയിട്ടുള്ള മത്സരത്തിലാണ് മത്സരിക്കുന്നത്. അപ്പം ഒരു ഗോൾഡ് മെഡൽ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഉടമ്പടി കഴിഞ്ഞ് ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ എൻ്റെ മകൾക്ക് ഗോൾഡ് മെഡൽ നൽകി ഈ പരിശുദ്ധ മാതാവ് അനുഗ്രഹിച്ചു. അതാണ് ഈ ഗോൾഡ് മെഡല്. ഈ ഗോൾഡ് മെഡല് ഇത് ആ ദിവസം കിട്ടിയതാണ്. കാരണം ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അത് രക്ഷപ്പെടുന്ന എൻ്റെ മകൾ പറഞ്ഞപ്പോൾ ഞാനത് കുറേ പ്രാവശ്യം ഇങ്ങനെ നിരസിച്ചു. കാരണം എനിക്ക് അതിനെ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ മകളുടെ നിരന്തരമായിട്ടുള്ള പറച്ചിൽ കൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത അന്നേ ദിവസം തന്നെ ഗോൾഡ് മെഡൽ എന്ന് പറഞ്ഞാൽ ഇവർ സർവീസുമായിട്ട് മത്സരിക്കുന്നവർക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ വളരെ പ്രയാസമാണ്. അത് കിട്ടി. അതിനുശേഷം അത് ഞാൻ മോളുടെയൊക്കെ കൊടുക്കാം. മോൾ അതിൻ്റെ സാക്ഷ്യം പറയുന്നതാണ്. എൻ്റെ പേര് അന്ന ഹെലൻ ജോസഫ്. ഞാൻ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഞാനൊരു റോവിങ് പ്ലെയറാണ്. ഈ ഗോൾഡ് കിട്ടിയെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ടൈറ്റായിട്ടുള്ള ടീമായിരുന്നു. ഞങ്ങൾക്ക് 4 ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് ആണെങ്കിൽ ഫൈനലിനൊക്കെ മുമ്പ് തലേന്നും റിപ്പിയുടെ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ടിരിക്കുമായിരുന്നു. ഫുഡ് പോയ്സൺ അടിച്ച് ഞാൻ 2 ദിവസം ട്രിപ്പ് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഫൈനലിൻ്റെ സമയത്താണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത്. കാരണം എനിക്ക് തീരെ വയ്യാണ്ട് ട്രിപ്പ് ഇട്ടിരിക്കും. അപ്പോൾ പറഞ്ഞു ഫുഡ് പോയ്സണാന്ന് കൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ അങ്ങ് ടയേർഡായി, ടെൻഷനും മൊത്തത്തിൽ ഭയങ്കര ഡൗണായി. അത് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നാണെങ്കിൽ മാതാവിന് ഉപ്പൊക്കെ എനിക്ക് എപ്പോഴും മത്സരത്തിന് മുമ്പ് വീട്ടിൽ തന്നു വിടുമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ കൊന്തയും ചൊല്ലുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇത്രയും ഇതായിട്ട് നിൽക്കുവാണ്, തൈലവും തന്നായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇവിടം വരെ വന്ന് പിന്നെ എനിക്കാണ് ഇപ്പോൾ വയ്യാണ്ട് ഇരിക്കുന്നത്. എനിക്ക് നല്ല ടെൻഷനായി. അപ്പോഴത്തേക്ക് പിന്നെ ആ പിറ്റേ ദിവസം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കോമ്പറ്റീഷൻ ദിവസം അങ്ങ് ഇറങ്ങിയപ്പോഴത്തേക്ക് നേരെ മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ കയ്യിൽ ഇച്ചിരി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഞാൻ ഉപ്പും കൊടുത്തു, തൈലവും നെറ്റിയിൽ പൂശിക്കൊടുത്തു. പിന്നെ ഞങ്ങളുടെ വള്ളത്തേൽ ഞാൻ ഇച്ചിരി ഉപ്പും തൈലവും പൂശി, അത് അങ്ങനെ പൂശി. പിന്നെ ഞങ്ങൾ ആ റേസ് അടിക്കുകയും വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും മാതാവിൻ്റെ കരുണ കൊണ്ട് ഞങ്ങൾക്ക് ഗോൾഡ് മെഡൽ തന്നെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എൻ്റെ ഈ അസുഖം ഇങ്ങനെ ആയല്ലോ. അപ്പം ഞാൻ ഈ മെനഞ്ഞാന്ന് ഞങ്ങൾ വാഗമൺ കുരിശുമലയിൽ പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് കയറാൻ പറ്റത്തില്ല, കാരണം നീ ഇത്രക്കും ഹാർട്ട് ബീറ്റ് കുറവുള്ള ആളല്ലേ, അപ്പോൾ ഇത്രയും മുകളിൽ കയറാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്ന് 1-ാം സ്ഥലത്ത് മുതലേ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രയും ഫിറ്റല്ലാത്ത ഞാൻ ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ കയറി അവസാനം ഈശോയുടെ കുരിശിൽ തൂങ്ങി നിൽക്കുന്ന രൂപത്തിൻ്റെ അടുത്ത് പോയി എനിക്ക് ഈശോയോട് പ്രാർത്ഥിക്കാനും ഈശോയുടെ കാൽക്കൽ വീണ് എൻ്റെ സംരക്ഷിച്ചതിനോർത്ത് നന്ദി പറയാനും എനിക്ക് സാധിച്ചു. വാഗമൺ കുരിശുമല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. കാരണം ഒത്തിരി ഉയരത്തിൽ കയറണം. ഈ ഹാർട്ട് ബീറ്റ് കുറവുള്ള ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇന്നലെയാണ് രാവിലെ എണീറ്റിട്ട് എനിക്കൊരു ക്ഷീണവുമില്ല. കാരണം ഇത്രയും ഒരു 10 കിലോ വെയിറ്റ് പോലും എടുക്കാൻ പറ്റാത്ത എനിക്ക് ഈ വാഗമൺ കുരിശുമലയുടെ മുകളിൽ എന്നെ കൊണ്ടുപോയി നിർത്തുമെങ്കിൽ ഈ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സംരക്ഷണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു മനുഷ്യൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് കുറവാണെങ്കിൽ പെട്ടെന്ന് കുഴച്ചിലുണ്ടാവും, ശരീരം കുഴച്ചിലുണ്ടാവും, തല പെരുക്കും. അങ്ങനെയുള്ള എന്നെ ഈ വാഗമൺ കുരിശുമലയിൽ കൊണ്ടുപോയി അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഈശോയുടെ കുരിശുരൂപത്തിൻ്റെ മുമ്പേ നിർത്തി
ഈശോയുടെ സാക്ഷിയാക്കാൻ എന്നെ സാധിച്ചെന്നോർത്ത് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ക്ഷീണം വരുന്നതിന് സമയത്ത് തന്നെയാണല്ലോ ഞാൻ ഈ ഒരു പ്രോജക്റ്റ് എടുത്തെന്ന് പറഞ്ഞത്. ആ പ്രോജക്റ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരിയേറെ പൈസ, 35 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിനെ ഒന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒരുപാട് തടസ്സങ്ങളാണ്. ഇങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കാൻ വരുമ്പോഴത്തേക്കും അത് സാധിച്ചു കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ രണ്ടും കൽപ്പിച്ച് പരിശുദ്ധ മാതാവിൻ്റെ ഈ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം ഇവിടെ വന്ന അച്ഛൻ്റെ അടുക്കൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ ഈ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുക്കൽ ഇവിടെ വന്ന് എനിക്ക് ടോക്കൺ കിട്ടി. അപ്പോൾ ഇവിടെ മുട്ടയിൽ നിന്ന് അച്ഛൻ ഈ മില്ലിൻ്റെ ഫോട്ടോ കൊണ്ടുപോയി ഈശോയപ്പായോടും അമ്മ മാതാവിനോടും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുതന്ന്. പക്ഷേ അത്ഭുതമെന്ന് പറഞ്ഞാൽ അതാണ്. കാരണം അടുത്ത ദിവസത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ അപ്പം മെയ് മാസമാണ്, മാതാവിൻ്റെ മെയ് മാസത്തിലാണ് എനിക്ക് ഈ ഫോട്ടോ എടുത്ത് കൊടുത്തത്. അപ്പം നമുക്കൊരു ഡേറ്റ് കിട്ടണം, നമുക്ക് തുടങ്ങാനായിട്ട്. എല്ലാം സാധിച്ചു കിട്ടിയില്ലെങ്കിലും നമുക്ക് തുടങ്ങാം. അങ്ങനെ ഞങ്ങളൊരു ദിവസം കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ഭാര്യ ബൈബിള് തുറന്നു. ഏശയ്യായുടെ 31 അധ്യായമാണ് കിട്ടിയത്. അപ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ വണക്കം കടച്ചിയാണെന്ന്. കാരണം ഞങ്ങൾ ചെറുതിലെ മുതൽ പരിശുദ്ധ മാതാവിൻ്റെ വണക്കം കടച്ചിക്ക് മാല കോർക്കുകയും അമ്മ മാതാവിൻ്റെ കഴുത്തിൽ മാല ഇടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്മ മാതാവ് ആ ദിവസം തന്നെ അതൊന്ന് അനുഗ്രഹിച്ചു. മാതാവിൻ്റെ വണക്കം കടച്ചിക്ക് ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ആരെയും വിളിച്ചില്ല. ഞാനും എൻ്റെ തൊഴിലാളികളും അപ്പനും അമ്മയും സഹോദരങ്ങളെ കൂടി ഈ സ്ഥാപനം അങ്ങ് ഓടിച്ചു. ഒരുപാട് തടസ്സങ്ങൾ അതിന് ശേഷം പിന്നെയും ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ജോലിയില്ലാതെ ഈ സ്ഥാപനം നിന്നിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കാരണം ഈ മില്ലിൽ വരാനുള്ള തടികളും മറ്റ് സാധനങ്ങളും പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന് തരണം. പക്ഷേ ഇത് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇന്നലെ വരെ വന്ന 40 ടൺ വിറകാണ് ഇന്നലെ എനിക്ക് നമ്മളുടെ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് കിട്ടിയിരിക്കുന്നത്. 40 ടൺ വിറകിൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. വിറക് ഈ കമ്പനികളിലൊക്കെ വിറകറുത്ത് ബോയിലറിൽ കത്തിക്കുന്ന വിറക് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സ്ഥാപനത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിന് വേണ്ടുന്ന ഈ വിറകുകൾ ഇതിന് മാത്രം നമുക്ക് എവിടെ കിട്ടുമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷേ ഇന്നലെ വരെ വന്നിരിക്കുന്ന വിറകിൻ്റെ കണക്ക് നമ്മൾ ഒരു ദിവസം എഴുതിയിരുന്നതാണ്. 40 ടണ്ണോളം വിറക്, ടൺ കണക്കിന് വിറകളാണ് എനിക്ക് ഈശോപ്പ കൊണ്ടുവന്ന് തരുന്നത്. ഈ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. കാരണം ഇത് ഇത്രയും ലക്ഷം രൂപ, 1 ലക്ഷം രൂപയോളം ശരാശരി ലോൺ അടച്ചു പോകണം ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ. ഇപ്പോൾ ഈ 25-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറക്കം ഉണ്ടാകത്തില്ല നമുക്ക്. കാരണം ഈ ലോൺ അടയാനുള്ള ഈ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കയറണ്ടേ. അപ്പോൾ അതൊക്കെ ഈ അമ്മയാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അമ്മയെ കൈപിടിച്ചാൽ അമ്മ ഒരിക്കലും വിടില്ല. അത്രയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ എൻ്റെ ഈ തടി മേഖലയാണ്. കാരണം അപ്പം ഞാൻ ചില വീടുകളിൽ ഇപ്പം ഒരു ഭർത്താവ് മരിച്ചു പോയി വണ്ടി ആക്സിഡൻറ്റിൽ. അവിടെ ഒരു മകനും ഡിസേബിലിറ്റിയുള്ളൊരു മോളുമാണുള്ളത്. അവരുടെ വീടില്ല. അവർക്ക് ഒരു പൊളിഞ്ഞ പ്ലാസ്റ്റിക്കിനകത്താണ് അവർ കിടക്കണത്. പക്ഷേ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് ഒരു കട്ടളയും ജനലും ഒക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ പണിത് കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. 8 ലക്ഷം രൂപയോളം ആ മരിച്ചുപോയ ആളിൻ്റെ ഇത് കോമ്പൻസേഷനായിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരൻ കൊടുത്തു. അങ്ങനെ ആ വീടിൻ്റെ പണി ഒരു വർഷം കൊണ്ട് ആ വീടിൻ്റെ പണി തീർത്തു. ഈ കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് ആ വീടിൻ്റെ പെരവാസ്തയിലും കഴിഞ്ഞു. അതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ സാധാരണ എല്ലാവരും കൊടുക്കുന്ന പോലെ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഫുഡ് കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലുകളിലൊക്കെ കൊടുക്കും. അത്യാവശ്യം നമുക്കറിയാവുന്ന കണ്ടു ബോധ്യപ്പെടുന്ന ആൾക്കാർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ചെയ്തു തന്ന ഈശോപ്പായ്ക്കും അമ്മയ്ക്കും 1000 കോടി നന്ദി. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 24-ാം തിരുവചനം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പരിശുദ്ധ ദേവമാതാവിനോട് ഉടമ്പടി ചെയ്ത മകനാണ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ മകൾ അന്ന ഹെലൻ പ്രത്യക്ഷീകരണ സാക്ഷികളായി ഇന്ന് അൾത്താരയിൽ കയറി നിന്ന് വലിയ
ഈശോയുടെ വിജയഘോഷത്തെക്കുറിച്ച് അവർ പ്രഖ്യാപിക്കുകയായിരുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം 28% ചുരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷനെ കുറിച്ചെല്ലാം അദ്ദേഹം നമ്മോട് വിവരിക്കുകയുണ്ടായി. ജീവൻ്റെ വില എന്താണെന്ന് ഈ അടുത്ത നാളുകളിൽ നാം വാർത്താവിനിമയങ്ങളിൽ കേൾക്കുകയുണ്ടായിരുന്നു. 35 കോടി 28 കോടി എന്നൊക്കെ നാം പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിനെക്കുറിച്ച് കോടിക്കണക്കിന് രൂപ. ഇവിടെ അതിനേക്കാൾ വിലയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഒരു വലിയ ജീവൻ്റെ വില നേടിയെടുത്തിരിക്കുന്നത്. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വില എന്തുമാത്രമാണെന്ന് അദ്ദേഹം നമ്മോട് ഏറ്റുപറയുകയുണ്ടായി. ഈശോ കുരിശിൽ അനുഭവിച്ച ആ വേദനയുടെ ആ ദൈർഘ്യവും ത്യാഗവും അദ്ദേഹം ഏറ്റുപറഞ്ഞുകൊണ്ട് വാഗമണിലേക്ക് കയറി. ഈശോ എന്നെ അത്രമാത്രം ശരീരം, എൻ്റെ ഹൃദയം ഫിറ്റാണെന്ന്, ഇന്ന് 1 മിനിറ്റിൽ 72 പൾസ് ബീറ്റ് അടിക്കുന്ന അദ്ദേഹത്തിന് വളരെ ഫിറ്റായിട്ടുള്ളൊരു ഹൃദയം നൽകിയാണ് ഈശോ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റലിൽ ഹാർട്ട് പ്രോബ്ലം ഉള്ളൊരു വ്യക്തിയെ അഡ്മിറ്റ് ചെയ്താൽ നമുക്കറിയാം ഒരുപാട് ഹോസ്പിറ്റൽ ഫീ എന്തുമാത്രം ഉണ്ടാകുമെന്നും. അദ്ദേഹം പറയുകയായിരുന്നു, പിറ്റേ ദിവസം തന്നെ എന്നെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ ചേർത്ത് വെച്ചു. തൈലവും ഉപ്പുമായി ഞാൻ ICUവിലേക്ക് കടക്കുമ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ ചാരത്ത് വന്നു നിന്ന് എന്നെ പരിപൂർണ്ണ സൗഖ്യമുള്ളവനാക്കി എന്നെ പുറത്തു കൊണ്ടുവന്നു. ഞാനിപ്പോൾ നോർമലായി അതിവിശിഷ്ടമായി ഞാൻ എല്ലാ ജോലികളും ചെയ്യുന്നു, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും സാക്ഷ്യമാണ് അദ്ദേഹം ഏറ്റുപറഞ്ഞത്. നമുക്കറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലെല്ലാം തന്നെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ കൂടെ നടന്ന് നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വലിയ അത്ഭുതങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങളെല്ലാം ലഘൂകരിച്ച് തരുന്ന സമയച്ചുരുക്കത്തിൻ്റെ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം. അതുപോലെ തന്നെ മകളെക്കുറിച്ചുള്ള ഒരു വലിയ അഭിമാനത്തോടെ അദ്ദേഹം പറയുകയായിരുന്നു, ഞാൻ 3 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട് ഇവിടെ നിന്ന്, കൃപാസനത്തിൽ നിന്ന്. എൻ്റെ ഭാര്യ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അതിനെല്ലാം ഒരു വെയിറ്റ് ഇട്ട് നിന്നുകൊണ്ടിരുന്നു. എൻ്റെ ബിസിനസ് കാര്യങ്ങളിലെല്ലാം ഞാൻ അധികം ശ്രദ്ധ കൊടുത്തു. പക്ഷേ എന്നെ ഈശോ അനുവദിക്കുന്ന ഒരു സമയം, എന്നെ സാക്ഷ്യം പറയാനായി മാടി വിളിക്കുന്ന ഒരു സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ആ മാടി വിളിച്ച സമയമാണ് അദ്ദേഹത്തിന് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ഹാർട്ട് ബീറ്റ് വളരെ ലോ ആയ അനുഭവം. ഇതിലൂടെ ആ ഉടമ്പടി എടുത്ത് നന്ദി പറയാൻ വേണ്ടി വന്ന ആ ദിവസം തന്നെയാണ് മകൾക്ക് ഗോൾഡ് മെഡൽ നൽകി ദൈവം അനുഗ്രഹിച്ചത്. മകൾ അന്ന തന്നെ പറയുകയായിരുന്നു, പരിശുദ്ധ അമ്മ സാക്ഷ്യസ്ഥീകരണ സമയത്ത് അവൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരുന്നു. മകൾ തന്നെ പൂർണ്ണമായി വിശ്വസിച്ചു. എൻ്റെ അമരത്ത്, വഞ്ചിയുടെ അമരത്ത് ഈശോ തന്നെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായേക്കാവുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈശോ എന്നെ എൻ്റെ തോണി തുഴഞ്ഞ് അവിടെ കൃത്യമായി എത്തിച്ചു എന്ന് മകൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും ജീവിത വിജയങ്ങളുടെയും അമരത്തിരിക്കുന്നത് ഈശോ മാത്രമാണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കുകയും പരിശുദ്ധ അമ്മ ഉടമ്പടിയിലൂടെ നമ്മെ എപ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിച്ച് നമുക്ക് മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഉടമ്പടിയിൽ നാം എപ്പോഴും വിശ്വസ്തരായിരുന്നാൽ നമുക്ക് നിത്യത പ്രാപിച്ചു തരുമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഈ സാക്ഷ്യം. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നതിനും മധ്യസ്ഥം അപേക്ഷിക്കുന്നതിനും ഈശോയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.